പാടില്ല. ഒരാഴ്ച അടിച്ചു പൊളിച്ച് സുഖമായിരുന്നു. ഈ വെയിലിനെ പറയാം ചെയ്യാൻ പറ്റുമോ? എന്റെ വന്ധപ്പകിട്ടിലും ദാസ്യപ്രവർത്തികളിലും മയങ്ങി വീണ് എന്നോടൊപ്പം പ്രഭാതം ആരംഭിക്കുകയും നാഴികയ്ക്ക് 40 വട്ടം എന്നോടൊപ്പം ദിവസം തള്ളി നീക്കുന്ന മന്ദശീരോമണികൾക്കൊപ്പം നീ വീണുപോയി. കുടുംബബന്ധങ്ങളുടെ പവിത്രതയും ഊഷ്മളതയും അവഗണിച്ച് പരസ്പരം അറിയാനോ പറയാനോ സ്നേഹിക്കാനോ സമയവും വിശ്വാസവും ഇല്ലാത്ത സാങ്കല്പിക സ്വാർത്ഥമതികളായ ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ മാത്രം വിഹരിച്ചിരുന്ന എന്നെ നിന്നെ പോലെയുള്ളവർ ഇവിടെ എത്തിച്ചു. നിന്നെ ഞാൻ എനിക്ക് നിന്നെ വേണം. എനിക്ക് കിട്ടിയേ തീരും. നീ ഒരു രസത്തിനു വേണ്ടി നീ എന്നെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേ നീ എന്റെ അടിമയായി. പെറ്റമ്മയെ തിരിഞ്ഞു നോക്കാത്തവർ, ഫേസ്ബുക്കിലെ അമ്മമാർക്ക് മദേഴ്സ് ഡേയുടെ ആശംസകൾ നേർന്നപ്പോഴും രക്തബന്ധുക്കളെ സ്നേഹിക്കാത്തവർ, ഒരിക്കലും കാണാത്ത ഫേസ്ബുക്ക് ഫ്രണ്ട്സിനെ ചങ്കേ കരവേ എന്ന് വിളിച്ചപ്പോഴും മനുഷ്യ മനസ്സിന്റെ നന്മയും ഉപകൃതയും നീ തിരിച്ചറിയില്ല. എന്റെ യുഗമാണ് മോളെ. എല്ലാവരെയും നിർവ്യാജമായി സ്നേഹിക്കുന്നു. വിശുദ്ധ ബന്ധങ്ങൾക്കുള്ള വാതിൽ തുറന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ കെണിയൊരുക്കുകയായിരുന്നു. മോളെ ദിവ്യേ, നീ വിളിച്ചായിരുന്നോടി? ഒന്നുമില്ലമ്മ. എന്നാ പറ്റി? എന്നടി കൊച്ചെ, നീ ആകെ വേർതിരിക്കുന്നല്ലോ. എന്തെങ്കിലും കണ്ട് പേടിച്ചോ? എന്നാടി കൊച്ചെ, നീ പറ. എന്നെ പറ്റി മോളെ, എന്നെ പറ്റി അമ്മയോട് പറ. ഈ കാര്യം എങ്ങാനും നീ ആരോടെങ്കിലും പറഞ്ഞ പിന്നെ നിന്നെ പിറന്ന പടി ലോകം മുഴുവൻ കാണും. ഒന്നുമില്ലമ്മ, എനിക്ക് തലവേദന. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ദിവ്യ, എന്താ എന്തു പറ്റിയെന്ന് ഇത്രയും ചോദിച്ചിട്ട് മോളെന്താ അമ്മയോടൊന്നും പറയാത്തത്? പേടിച്ചിട്ടായിരിക്കുമല്ലേ? എങ്കിൽ പിന്നെ പപ്പ പറയട്ടെ. എന്ത് പറയട്ടെ? മോളുടെ തലവേദനയുടെ കാര്യം. മോള് പേടിക്കണ്ട. മോളുടെ ഫോണിൽ സാധാരണ കൂടുതൽ നേരം കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതറിയാനുള്ളൊരു ആപ്പ്
പപ്പയുടെ ഫോണിൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 2 ആഴ്ചയായി അത് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മോള് പറ, ആരാ ഈ ആരും? എന്റെ പപ്പ എന്നോട് ക്ഷമിക്കൂ അമ്മ. I'm sorry, Mama. I'm sorry. അവനെന്നെ പറഞ്ഞു പറ്റിച്ചു അമ്മ. അയ്യോ, എന്റെ കൊച്ചിന് എന്നാ പറ്റിയേ? ആരാ പറ്റിച്ചെന്ന് പറ. അവൻ എന്താണ് നിന്നോട് ചെയ്തേ? പറയൂ മോളെ, പറ അവനോട്. നീ മിണ്ടാവേ. മോള് പറ, അവരെന്ത് പറഞ്ഞാ എന്റെ മോളെ പറ്റിച്ചത്?